അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി കിട്ടുന്നു എന്ന് കേൾക്കുന്നു. അതായത് താരിഫ് വർധനയുമായി ബന്ധപ്പെട്ട് കോടതി ശാസിച്ചു എന്നോ? ശാസിച്ചു എന്നല്ല, അമേരിക്കയിലെ കോർട്ട് ഓഫ് അപ്പീൽ 11 ജഡ്ജിമാരുടെ ബെഞ്ചിൽ 7-4 അടിസ്ഥാനത്തിൽ ഒരു വിധി വന്നിരിക്കുന്നത്. 7 ജഡ്ജിമാർ ചേർന്ന് പറഞ്ഞിരിക്കുന്നു, ലോക രാജ്യങ്ങളുടെ മേലിൽ ഈ താരിഫ് എന്നും പറഞ്ഞ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് തെമ്മാടിത്തമാണ്, നിയമവിരുദ്ധമാണ്. അപ്പോൾ അമേരിക്കൻ കോൺഗ്രസ്സിന് ഒരു പ്രത്യേക അധികാരമുണ്ട്. അതായത് ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ്, അന്താരാഷ്ട്ര തലത്തിൽ അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട സാമ്പത്തിക അധികാരങ്ങൾ. കോൺഗ്രസിൻ്റെ, അമേരിക്കൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പാർലമെൻറ്റാണ്. അമേരിക്കൻ പാർലമെൻറ്റിന് അങ്ങനെ അധികാരമുണ്ട്. ആ അധികാരം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുള്ള, നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 524 മെമ്പർമാരൊക്കെ ഉണ്ട് അല്ലേ? അതെ. 2 പാർലമെൻറ്റ് കൂടെ കൂടുകയാണ് 700-ഓളം അംഗങ്ങൾ ഉള്ള ഒരു പാർലമെൻറ്റ്. ഇത്രയും ആളുകളുള്ള ഒരു വലിയ ഇത്രയും ആളുകളുള്ള പാർലമെൻ്റ് അല്ല ഒരു കോൺഗ്രസ്. ഈ കോൺഗ്രസ്സിന് തീരുമാനം നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ അധികാരങ്ങൾ, കോൺഗ്രസ് എന്ത് ചെയ്യുന്നു, അവരുടെ അധികാരങ്ങൾ പ്രസിഡന്റിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടിയിട്ടാണ് പ്രസിഡന്റ് ചെയ്യുന്നത്. പക്ഷെ കോൺഗ്രസ്സിന് കൊടുത്ത അധികാരം അൺലിമിറ്റഡായിട്ട് ഒരു വിവേചനവുമില്ലാതെ ലോകത്തെ മറ്റ് രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക്, അവരുടെ സാമ്പത്തിക നയത്തിന് താരിഫ് എന്ന പേരിൽ ഉപരോധം ഏർപ്പെടുത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരമില്ല എന്നാണ് അമേരിക്കയിലെ കോർട്ട് ഓഫ് അപ്പീലിലെ 7 ജഡ്ജിമാർ വിധിച്ചിരിക്കുന്നത്. 4 പേർ പറഞ്ഞു പ്രസിഡന്റിന് അധികാരമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അനിയന്ത്രിതമായ അധികാരങ്ങളൊന്നുമില്ല പ്രസിഡന്റിന്. പ്രസിഡന്റ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് എന്ന നിലയിൽ തൻ്റെ അധികാര പരിധി കടന്നു പ്രവർത്തിക്കുകയാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും രാജ്യങ്ങൾക്കെതിരെ അങ്ങനെ നിലപാടുകൾ എടുക്കണം. ഇപ്പോൾ ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്ന തരത്തിലുള്ള, അവരെ മുരടിപ്പിക്കുന്ന, അവർക്കെതിരെ ശത്രുതാഭാവത്തോടു കൂടി പെരുമാറുകയാണ് ട്രംപ്. അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ട്രംപിന് പ്രവർത്തിക്കണമെങ്കിൽ അത് പാർലമെൻറ്റ് സമ്മതിക്കണം. IEEPA, അതായത് ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ആക്ട്, അതോറിറ്റി അല്ല ആക്ട്, ഇത് പ്രയോഗിക്കാൻ പ്രസിഡന്റിന് സ്വമേധയാ കഴിയില്ല. കോൺഗ്രസിൻ്റെ അനുമതി വേണം, അധികാരം വേണം. ഇതൊന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നടപടികൾ നിയമവിരുദ്ധമാണെന്നാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ പ്രതികരണം ട്രൂത്ത് സോഷ്യലിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അമേരിക്ക ഇങ്ങനെ ഈ താരിഫുകളൊക്കെ കോടതി റദ്ദാക്കിയാൽ, റദ്ദാക്കിയിട്ടില്ല, നിയമവിരുദ്ധമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നിയമവിരുദ്ധമാണെന്ന് പറയുമ്പോൾ റദ്ദാവുന്നതിന് തുല്യമാകും. അതെ. അങ്ങനെ ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക തകരും, അമേരിക്കയുടെ സമ്പദ്ഘടന തകരും. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിയോ? ലോകത്തെ രാജ്യങ്ങളെല്ലാം മുന്നേറുന്നു, അമേരിക്കയാണെങ്കിൽ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. എല്ലാവരും മുന്നേറുമ്പോൾ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നീയൊന്നും അങ്ങനെ മുന്നേറണ്ട, എനിക്ക് ചെയ്യണം. ഓട്ട മത്സരം നടക്കുമ്പോൾ നല്ല ഓട്ടക്കാരിപ്പുറം നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നീയൊന്നും ഓടണ്ട എന്ന് പറഞ്ഞ് അവരുടെ കാല് കെട്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഓടാം എന്ന് പറയുന്നത് പോലെയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ട്രംപിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ താരിഫുകൾ വേണമെന്ന് വെച്ചാൽ ലോകത്തെ മറ്റു രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ ഭീഷണിയെ മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു തന്ത്രം, ഭീഷണിയല്ല, വളർച്ചയെ മറികടക്കാൻ. വളർച്ച മറികടക്കാൻ ഇയാൾ ഭീഷണിപ്പെടുത്തുകയാണ്. അതായത് അമേരിക്ക ശ്രമിക്കേണ്ടത് ലോകത്ത് അമേരിക്കയുടെ സമ്പദ്ഘടന അല്ലെങ്കിൽ അമേരിക്കയുടെ കച്ചവടം ഒക്കെ നന്നാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് നോക്കേണ്ടത്. അല്ലാതെ നിന്റെ ഒന്നും ഇങ്ങോട്ട് വരുന്നത്, ഞാൻ പറയുന്ന കേട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്തു കളയും, ഞാൻ പറയുന്നത് ചെയ്തില്ലെങ്കിൽ നിന്റെ സാധനം വിൽക്കത്തില്ല എന്നല്ല. ആരോഗ്യകരമായ മത്സരത്തിൽ തയ്യാറാവുന്നില്ല, മത്സരിക്കാൻ പറ്റുന്ന കോപ്പ് അമേരിക്കയുടെ കയ്യിലില്ല. വലിയൊരു ഉപഭോക്തൃ രാജ്യമാണ് അല്ലേ? അതെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് യഥാർത്ഥ മത്സരമല്ല. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നൊക്കെ പറയുന്ന ചില സംഘടനകൾ ഉണ്ടായിരുന്നു. ഇവരൊക്കെ വന്നിട്ട് പറയുന്നതെന്നറിയോ? ലോകം ഒറ്റ ലോകമാണ്, രാജ്യങ്ങളില്ല, ഒരു കുടയ്ക്ക് കീഴിൽ നമ്മൾ നിൽക്കണം, സ്വതന്ത്ര വ്യാപാരം, അതിർത്തിയില്ലാത്ത കച്ചവടം, എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവണം. ഇതൊക്കെ അമേരിക്കയുടെ സാധനമാണിത്. ഇപ്പം ഇതൊക്കെ എവിടെ പോയി? WTO ഇപ്പോൾ എവിടെയാണ്? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഉണ്ടോ? അവർ പറയുന്നുണ്ടോ അമേരിക്ക കാണിക്കുന്നത് തെണ്ടിത്തരമാണെന്ന്? മിണ്ടുന്നില്ല. കാരണം അമേരിക്കയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തെല്ലാ രാജ്യങ്ങളിലും മാർക്കറ്റിലെത്തണം. അന്ന് WTO വേണം. അത് തിരിച്ച് മറ്റ് രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വരുമ്പോൾ അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഒന്ന് പാകിസ്ഥാനോടുള്ള കടപ്പാട്, 2 നമ്മുടെ മത്സ്യമേഖല അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണം, രണ്ടാമത്തത് നമ്മുടെ ക്ഷീര ഉൽപ്പന്നങ്ങൾ, അമേരിക്കൻ മിൽക്ക് പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം.
മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യൻ കാർഷിക വിപണി അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കണം. അതായത് ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്ക് വരണം. അപ്പോൾ ഇത് മൂന്നും നോക്കൂ, നമ്മളൊരു കാർഷിക രാജ്യമാണ്, അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഇന്ത്യയുടെ കാർഷിക സ്വഭാവമാണ് മത്സ്യകൃഷിയാണ് അല്ലേ? അതെ, മത്സ്യം കൃഷിയാണ്, മത്സ്യം പിടി. അപ്പോൾ മത്സ്യ കൃഷി രംഗത്ത് മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പട്ടിണിക്കാക്കിക്കൊണ്ട് അമേരിക്കൻ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അടിസ്ഥാന മേഖലയിലുള്ളവരെ കർഷകരെയൊക്കെ നമ്മുടെ ഗവൺമെന്റ് സംരക്ഷിക്കുന്നു. അത് പറ്റത്തില്ല. നമ്മൾ പാല് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യൻ ക്ഷീരവിപണി തകർന്നു പോകും. നമ്മുടെ ആനന്ദ്, തമിഴ്നാട്ടിലാണെങ്കിൽ നന്ദിനി, കേരളത്തിലാണെങ്കിൽ മിൽമ എന്നൊക്കെ പറഞ്ഞ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് അത് വലിയ തോതിൽ നമ്മുടെ വിപണിയിൽ എത്തിച്ച് കർഷകരെ സംരക്ഷിക്കുന്ന ഒരു സമ്പദ്ഘടന നമുക്കുണ്ട്. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ താങ്ങി നിർത്തുന്നതാണ്. അപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് തകർന്നു പോകും. മത്സ്യബന്ധന രംഗത്ത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ചെമ്മീനാണ് ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ പറയുന്നത്. ചെമ്മീനിൻ്റെ കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റ് രാജ്യങ്ങളും ഉണ്ട്, നമ്മളതിന് ബദൽ കണ്ടെത്തും. പക്ഷേ നമ്മൾ ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അമേരിക്ക പിടിക്കുന്ന അവരുടെ വലിയ ഫാക്ടറി ഷിപ്പുകളിൽ പിടിച്ച് സംസ്കരിച്ച് ഇവിടെ കൊണ്ടുവരുന്ന മത്സ്യം നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിയാൽ നമ്മുടെ മത്സ്യബന്ധന മേഖലയിലുള്ള ആളുകളുടെ ജീവിതം വല്ലാത്ത ദുരിതത്തിലാവും. പരമ്പരാഗത മേഖലയിൽ മാത്രമല്ല, നമ്മൾ കർഷകർ അപ്പോൾ അമേരിക്കയുടെ ജനിതക മാറ്റം വരുത്തിയ വിത്ത് നമുക്ക് തരികയാണ്. നമ്മുടെ കൃഷിക്കാർ നമ്മൾ ഉപയോഗിച്ച് വരുന്ന പരമ്പരാഗതമായിട്ടുള്ള വിത്തെടുത്ത് മാറ്റി വെച്ചിട്ട് അമേരിക്കൻ വിത്ത് മുളപ്പിച്ചാലുള്ള പ്രശ്നം എന്നറിയോ? അത് ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റൂല. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ വീട്ടിലൊക്കെ പത്തായം ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ നെല്ല് കൊണ്ട് പത്തായത്തിൽ സൂക്ഷിക്കുന്നതിനൊപ്പം അടുത്ത വിളവിലുള്ള വിത്ത് സൂക്ഷിക്കും, മാറ്റിവെക്കും. ഇതാണ് അടുത്ത പ്രാവശ്യം പാടത്ത് കൊണ്ട് വിതച്ച് കൃഷി ചെയ്യാൻ പോകുന്നത്. പക്ഷേ അമേരിക്കയിൽ നിന്ന് വരുന്ന വിത്ത് വാങ്ങിച്ചാലുള്ള കുഴപ്പം എന്നറിയോ? ഒറ്റത്തവണയേ ഉള്ളൂ. ഒരു തവണ പിന്നെ അത് സൂക്ഷിക്കാൻ പറ്റില്ല, പിന്നെ അടുത്ത വീണ്ടും മേടിക്കണം. കച്ചവടം നടക്കും. അപ്പം നമ്മുടെ സർക്കാർ പറയുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും നമ്മുടെ ക്ഷീര കർഷകർ, മറ്റ് കർഷകർ, മത്സ്യത്തൊഴിലാളികൾ ഇവരെ കൈവിട്ട് കൊണ്ട് ഇവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന വിധത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി വാതിൽ തുറന്നു തരില്ല എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടെന്താണ്? ഇന്ത്യയുടെ ഭൂരിപക്ഷം വരുന്ന കൃഷിക്കാർക്ക്, കർഷകർക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് അപമാനം വന്നാലും, എന്തു ഭീഷണി വന്നാലും, എന്തു പ്രശ്നങ്ങൾ വന്നാലും, എന്തു ഉപരോധം വന്നാലും അവരെ സംരക്ഷിക്കുന്ന പരിചയം പോലെ ഞാൻ നിൽക്കുമെന്നാണ് മോഡി പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്തെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ പറയുന്ന 3 മേഖല തുറന്നു കൊടുത്താൽ നമ്മുടെ സമ്പദ്ഘടന തവിട്ടുപൊടിയായി മാറും. മാത്രമല്ല വേറെ കൂടിയുണ്ടേ, നമ്മൾ ഈ സാധനം, ഇന്ത്യൻ സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി അയച്ചു കഴിഞ്ഞാൽ അമേരിക്കക്കാരൻ വേണ്ടി ഇപ്പോൾ 50% താരിഫ് എന്ന് പറഞ്ഞാൽ ഈ 100 രൂപയുടെ സാധനം നമ്മൾ അമേരിക്കയിൽ 100 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ 150 രൂപ കൊടുക്കണം. വിലക്കയറ്റ മാർക്കം ഉണ്ടാകുന്നത് അമേരിക്കക്കാരനാണ്. എന്തുകൊണ്ടാണ് അമേരിക്കക്കാരൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന ചില സാധനങ്ങൾ മേടിക്കുന്നത്? അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ്. അപ്പോൾ അവന് ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റിയിലുള്ള ചില സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പോൾ അവ സ്വാഭാവികമായിട്ടും ഭരണകൂടത്തിനെതിരാവാം. അമേരിക്കയ്ക്കും പ്രശ്നമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം കുറേ ആളുകളെങ്കിലും വില കൂടിയ സാധനം വേണ്ട, അതിൻ്റെ ബദൽ മേടിക്കും സ്വാഭാവികമായിട്ടും. എന്നാലും എനിക്ക് ആ ക്വാളിറ്റി നോക്കി വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർ തന്നെ മേടിക്കും. ഇപ്പോൾ കിറ്റക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കിറ്റക്സ് ഒരു ഔട്ട്ലെറ്റ് തുറന്നു. അവിടെ തന്നെ ഈ ഓണം വിപണിയിൽ കിറ്റക്സിൻ്റെ ലിറ്റിൽ സ്റ്റാർ എന്നുള്ള സാധനം നമ്മുടെ ഒരു പ്രതിരോധം പോലെയാണ് സാബു ജേക്കബ് ചെയ്തത്. സാബു ജേക്കബ് ആ സാധനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ വലിയ സ്വീകാര്യത ഉണ്ടായിരിക്കുന്നു. ഇപ്പം നമ്മളുണ്ടല്ലോ ഈ കയറ്റുമതി ബ്രാൻഡിലുള്ള എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയും അല്ലേ? അതെ. അപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയും ഒരു ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയും എക്സ്പോർട്ട് ചെയ്യുന്ന വേറൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ കശുവണ്ടി തന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഈ എക്സ്പോർട്ട് ക്വാളിറ്റി ഉപയോഗിക്കാൻ നമുക്കും അവകാശമില്ലേ? ഉണ്ട്. പൈസ നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ടാറ്റയുടെ മൂന്നാറിൽ പോയാൽ ടാറ്റയുടെ തേയില കമ്പനികളിൽ ഉണ്ടാക്കുന്ന തേയിലയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കുറേ സാധനമുണ്ട്. ടാറ്റയിൽ മൂന്നാർ ടൗണിൽ തന്നെ ആ പാലത്തിൻ്റെ സൈഡിൽ ടാറ്റയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടാത്ത, എന്നാൽ ടാറ്റ കണ്ണൻദേവൻ ഹിൽസ് കയറ്റുമതി ചെയ്യുന്ന തേയില അവിടെ കിട്ടും. നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. അവിടെ മാത്രമേ കിട്ടുള്ളൂ ഈ സാധനമൊക്കെ. അപ്പം മുന്തിയ ക്വാളിറ്റിയിൽ വിദേശ രാജ്യത്തെ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വിദേശത്തേക്ക് പോവുക. ഇന്ത്യക്കാരനത് മേടിക്കാൻ ശേഷിയില്ലാതെയല്ല, കിട്ടുന്നില്ല. പൈസ ഉള്ളവരും കിട്ടുന്നില്ല. അപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ വിദേശത്തേക്ക് മാത്രം എക്സ്ക്ലൂസീവായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പോവാം.
അപ്പോൾ ഇന്ത്യ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ആവുന്നതിന് കാരണം എന്താ? ഇന്ത്യക്കാരുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടി, അല്ലേ? കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ വിദേശ രാജ്യങ്ങളിലേക്ക് ഉന്നത നിലവാരത്തിൽ ഉണ്ടാക്കുന്ന സാധനം ഇന്ത്യൻ മാർക്കറ്റിൽ വന്നാലും നമ്മൾ വാങ്ങാൻ ശേഷിയുള്ള ആളുകളുണ്ട്. മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് പൈസ കൂടുമ്പോൾ ആ പൈസ ഇവിടെ കുറയ്ക്കാനും പറ്റില്ലേ? കുറയ്ക്കാനും പറ്റും. അപ്പോൾ മാത്രമല്ല ഇത് വിറ്റഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമി വിദേശ നാണ്യം കിട്ടത്തില്ല. ശരിയാണ്, വിദേശ നാണ്യം കിട്ടത്തില്ല. പക്ഷെ ടാക്സ് വരത്തില്ലേ? അത് വരും. ഇപ്പോൾ അദാനിയെ കുറിച്ച് പറഞ്ഞില്ലേ, 10 ലക്ഷം കോടി രൂപ ടാക്സ് കൊടുത്തു അതായത്, അല്ലേ? അതെ. 10 ലക്ഷം കോടി രൂപ ടാക്സ്. നമ്മുടെ കേരള സർക്കാരിന്റെ ബജറ്റ് എത്രയുണ്ട്? അതിന്റെ 4/1 ഉണ്ടോ? അതുപോലെ തന്നെ CMR ഫണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റേ 2200 കോടിയും കണ്ട് അവർ മാറ്റിവെക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ വ്യവസായികൾക്ക് ചെയ്യാനും പറ്റും. ഇത് ശരിക്കും അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് ആ സമയത്താണ് ട്രംപ് എടുക്കുന്ന നിലപാട്. അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നുണ്ട് ട്രംപിന്റെ നിലപാട് അമേരിക്കയെ തകർക്കുന്നു. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു. കോടതി പക്ഷേ വേറെ കാര്യം ചെയ്തിട്ടുണ്ട്. കോടതി ഇമ്മീഡിയറ്റ്ലി നടപ്പാക്കിയിട്ടില്ല. സർക്കാരിന് അപ്പീൽ പോകാനുള്ള ഒരു പ്രൊവിഷൻ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ രാജ്യം തകർന്നു പോകും, ഇതിങ്ങനെ കോടതി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അമേരിക്ക തകർന്നു പോകും. അപ്പോൾ ലോകത്തിൻ്റെ ചെലവിൽ അമേരിക്കയ്ക്ക് വളരണം, അല്ലാതെ മത്സരിച്ച് വളരാനല്ല. അപ്പോൾ അതുകൊണ്ട് സുപ്രീം കോടതി പോയിരിക്കും. ഇത് താരിഫുകളൊക്കെ ഇപ്പോഴും ഉണ്ട്, കോടതി ഉത്തരവുണ്ടെങ്കിലും താരിഫുകളൊന്നും നിർത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ട്രംപിന് ഇത് നേരത്തെ അറിയാമായിരുന്നു എന്ന് പറയുന്നു. ട്രംപ് നേരത്തെ നമ്മളിതൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഈ കോടതി ഇതിനകത്ത് കയറി ഇടപെടരുതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കോടതി ഇടപെടരുത് എന്നൊക്കെ ഒരു ഭരണാധികാരി പറയുന്നത് മാത്രം മോശമാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിരക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി പറയുകയാണ്, അതെ ഇപ്പോൾ വോട്ടർ പട്ടികയുടെ കേസ് വരുന്നുണ്ട്, കോടതി ഇതിനകത്ത് ഇടപെടരുത് എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് എന്ത് ഭൂകമ്പം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ട്രംപ് അങ്ങനെ പറഞ്ഞു, കോടതി ഇടപെടരുത് എന്ന് പറഞ്ഞ് കോടതി ഇടപെട്ടു. ഇപ്പോൾ ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് കോടതി ചിലപ്പോൾ ഇത് സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ സാധ്യതയുണ്ട്, 50% താരിഫ് എന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ട്രംപ് 2 തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് താരിഫ് ഏർപ്പെടുത്തി, രണ്ടാമത്തത് ഒരു ശിക്ഷാ നടപടി കൂടി എടുത്തു. റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതുകൊണ്ട് നമുക്കൊരു ശിക്ഷ. ആ ശിക്ഷ എന്ന് പറയുന്നത് കോടതിക്ക് ഇടപെടാൻ പറ്റില്ല, അത് ഞങ്ങളുടെ ഉപരോധം ഏർപ്പെടുത്തി. അത് പിഴയായിട്ട് മാറുകയാണ്, അല്ലേ? ഇപ്പം ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി. ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തി തെറ്റാണെന്ന് അമേരിക്കൻ കോടതിക്ക് പറയാൻ പറ്റില്ല. അത് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമല്ല, സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. അപ്പോൾ ഇന്ത്യക്ക് നേരെയുള്ള ഒരു പണിഷ് ചെയ്ത തരത്തിലുള്ള ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അത് ഒരു പിഴത്തുക. കോടതി ഇനിയിപ്പോൾ സുപ്രീം കോടതി പോയിട്ട് അപ്പീൽ കോടതിയുടെ കോർട്ട് ഓഫ് അപ്പീലിൻ്റെ നടപടി സുപ്രീം കോടതി ശരിവെച്ചാൽ പോലും ഇന്ത്യക്കെതിരെയുള്ള ഈ പണിറ്റീവ് ആക്ട് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നിലനിൽക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് ട്രംപ് നേരത്തെ അങ്ങനെ എടുത്തത് എന്ന് പറയുന്നത്. ഇപ്പോൾ ചൈനയ്ക്കെതിരെയും റഷ്യക്കെതിരെയും ഒക്കെ ഈ ശിക്ഷാ നടപടി എന്നതിലുള്ള ഒരു താരിഫ്, അത് ശരിക്കും താരിഫല്ല, ഈ പറയുന്ന ഇൻ്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമുള്ള താരിഫല്ല. അത് ട്രംപ് ഭരണകൂടത്തിൻ്റെ ശിക്ഷാ നടപടിയാണ്. ഏതായാലും ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിന് ഒരു നല്ല അടി ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.